ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തുണ്ടായ വിവാദങ്ങളിൽ ആദ്യമായി പ്രതികരിച്ച് ചലച്ചിത്ര നടൻ മമ്മൂട്ടി. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ലെന്ന മമ്മൂട്ടി. മുകേഷിനെതിരെ തൃശൂരിലും കേസ്. പാലേക്കര ടോൾ പ്ലാസയിൽ പുതുക്കിയ ടോൾ നിരക്ക് നിലവിൽ വന്നു. നിരക്ക് വർധനവയ്ക്കെതിരെ AIYF തൃശൂർ ജില്ലാ കമ്മിറ്റി ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കൊടുങ്ങല്ലൂരിൽ ഡോക്ടറുടെ കാറിനെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ദുരൂഹത. സംഭവത്തിന് പിന്നിൽ കോടികളുടെ ഇടപാടെന്ന് സംശയം. നാട്ടിക ബീച്ചിൽ മത്സ്യബന്ധന ബോട്ട് നിയന്ത്രണം വിട്ട് കരയിലേക്ക് ഇടിച്ചുകയറി. ഫിനിക്സ് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. സ്രാങ്ക് ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. MDMAയും കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. കണ്ടശാംകടവ് സ്വദേശികളായ വിഷ്ണു, സാജൻ വിഷ്ണു എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാചകവാതക വില വർദ്ധിപ്പിച്ചു. വാണിജ്യ സിലിണ്ടറുകൾക്ക് 39 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതക വിലയിൽ മാറ്റമില്ല. വാർത്തകൾ വിശദമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തുണ്ടായ വിവാദങ്ങളിൽ ആദ്യമായി പ്രതികരിച്ച ചലച്ചിത്ര നടൻ മമ്മൂട്ടി. സോഷ്യൽ മീഡിയയിലൂടെയാണ് മമ്മൂട്ടിയുടെ പ്രതികരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുമെന്ന് മമ്മൂട്ടി പറഞ്ഞു. സമൂഹത്തിലെ എല്ലാ നന്മ തിന്മകളും സിനിമയിലുണ്ട്. സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല. അങ്ങനെയൊന്നിനെ നിലനിൽക്കാൻ കഴിയുന്ന രംഗവുമല്ല സിനിമ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമ തടസ്സങ്ങളുണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും ആത്യന്തികമായി സിനിമ നിലനിൽക്കണമെന്നും മമ്മൂട്ടി പറഞ്ഞു. അതേസമയം ലൈംഗിക പീഡന പരാതിയിൽ പ്രതികരണവുമായി ജയസൂര്യ രംഗത്തെത്തി. തനിക്കെതിരെ ഉണ്ടായത് വ്യാജ പീഡന പരാതികളെന്ന് ജയസൂര്യ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറഞ്ഞു. പരാതികൾ നിയമപരമായി നേരിടും. വ്യാജ ആരോപണങ്ങളിൽ മാനസികമായി തകർന്നുവെന്ന് ജയസൂര്യ പറഞ്ഞു. കൊച്ചിയിലെ നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ ജാമ്യാപേക്ഷയുമായി നടൻ മണിയൻ പിള്ള രാജു. ഫോർട്ട് കൊച്ചി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ജാമ്യം തേടി കോടതിയിലെത്തിയത്. എറണാകുളം സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. സെപ്റ്റംബർ 6 ഹർജി മാറ്റി. നടിയുടെ പരാതിയിൽ IPC 356, 376 വകുപ്പുകൾ പ്രകാരമാണ് മണിയൻപിള്ള രാജുവിനെതിരെ കേസെടുത്തത്. ഡാ തടിയ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു നടിയുടെ പരാതി. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ 7 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നടനും കൊല്ലം MLAയുമായ മുകേഷിനെതിരെ തൃശൂരിലും കേസ്. നാടകമേ ഉലകം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ വടക്കാഞ്ചേരിയിലെ ഹോട്ടലിൽ വെച്ച് മുകേഷ് അപമര്യാദയായി പെരുമാറിയെന്ന ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലാണ് കേസ്. വടക്കാഞ്ചേരിയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് കയറി പിടിക്കാൻ ശ്രമിച്ചെന്നും കിടക്കയിലേക്ക് തള്ളിയിട്ടെന്നുമാണ് നടിയുടെ മൊഴി. വടക്കാഞ്ചേരി പോലീസാണ് കേസെടുത്തത്. തുടർ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറും. പാലേക്കര ടോൾ പ്ലാസയിൽ പുതുക്കിയ ടോൾ നിരക്ക് നിലവിൽ വന്നു. ഇതു സംബന്ധിച്ച് ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവ് പുറത്തിറങ്ങി. ഭാരവാഹനങ്ങൾക്കും ഒരു ദിവസത്തെ ഒന്നിൽ കൂടുതൽ യാത്രയ്ക്കുള്ള നിരക്കിൽ 5 രൂപയുടെ വർധനവാണുള്ളത്. ബസ്സിനും ലോറിക്കും ഒന്നിൽ കൂടുതലുള്ള യാത്രയ്ക്ക് 485 രൂപയാണ് പുതുക്കിയ ടോൾ നിരക്ക്. ഒരു ഭാഗത്തേക്കുള്ള എല്ലാ വാഹനയാത്രയ്ക്കും നിലവിലെ നിരക്കുകൾ തുടരും. അതേസമയം മാസ നിരക്കുകൾക്ക് എല്ലാ ഇനം വാഹനങ്ങൾക്കും 10 മുതൽ 40 രൂപ വരെ വർദ്ധിച്ചിട്ടുണ്ട്. പാലേക്കര ടോൾ നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റി ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പരേരി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. AIYF തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. VK വിനീഷ്, VN അനീഷ്, VR റബീഷ്, PS അഖിൽ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ ഡോക്ടറുടെ കാറിനെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ദുരൂഹത. സംഭവവുമായി ബന്ധപ്പെട്ട് പലരും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുകളുള്ളത് പോലീസിനെ കുഴയ്ക്കുകയാണ്.
ഇരിങ്ങാലക്കുട കാട്ടുകഞ്ചിറ സ്വദേശിയായ ഡോക്ടർ ഷാജു അശോകനെയാണ് 2 കാറുകളിലെത്തിയ സംഘം പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചത്. വെള്ളിയാഴ്ച രാത്രി മാടവന കാട്ടാകുളത്തിന് സമീപമായിരുന്നു സംഭവം. ബിസിനസ് ആവശ്യത്തിനായി പണം വായ്പ വാങ്ങാനായി ആദ്യം പറവൂരിലും പിന്നീട് കോട്ടപ്പുറത്തും എത്തിയ ഡോക്ടർ ഇടനിലക്കാരനുമൊത്ത് കാറിൽ പോകുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായതെന്ന് പറയുന്നു. ഇവരെ പിന്തുടർന്ന 2 കാറുകളിലൊന്ന് ഡോക്ടറുടെ കാറിലിടിച്ച് അപകടമുണ്ടാക്കി. തുടർന്ന് സംഘം ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് അക്രമികൾ പിൻവാങ്ങുകയായിരുന്നു. ഡോക്ടറെ ക്വട്ടേഷൻ സംഘം പിന്തുടർന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. ഡോക്ടറുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനെക്കുറിച്ചും വ്യക്തമായ വിവരം കിട്ടിയിട്ടില്ലെന്നാണ് സൂചന. സംഭവത്തിന് പിറകിൽ കോടികളുടെ ഇടപാടുണ്ടെന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു, സർക്കിൾ ഇൻസ്പെക്ടർ ബി കെ അരുൺ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. നാട്ടിക ബീച്ചിൽ മത്സ്യബന്ധന ബോട്ട് നിയന്ത്രണം വിട്ട് കരയിലേക്ക് ഇടിച്ചു കയറി. മുനമ്പത്ത് നിന്ന് മത്സ്യബന്ധനത്തിറങ്ങിയ ഫീനിക്സ് എന്ന ബോട്ടാണ് നാട്ടിക ബീച്ച് തെക്ക് നാഗയക്ഷി ക്ഷേത്രത്തിന് സമീപം കരയിലേക്ക് കയറിയത്. ഇന്ന് പുലർച്ചെ 3:30 സംഭവം. 14 തൊഴിലാളികളാണ് ബോട്ടിലുണ്ടായിരുന്നത്. സ്രാങ്ക് ഉറങ്ങിയതിനെ തുടർന്ന് ദിശ തെറ്റി ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് പറയുന്നു. വിൽപ്പനയ്ക്കുള്ള MDMAയും കഞ്ചാവുമായി ബൈക്കിൽ പോയിരുന്ന 2 യുവാക്കളെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ടശാംകടവ് കാരമുക്കിൽ വാടകയ്ക്ക് താമസിക്കുന്ന വെളുത്തൂർ സ്വദേശി ചെട്ടിക്കാട്ടിൽ വിഷ്ണു സാജൻ, കണ്ടശാംകടവ് പടിയം വാടയിൽ വീട്ടിൽ VS വിഷ്ണു എന്നിവരെയാണ് SI അരിസ്റ്റോട്ടിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച രാത്രി കണ്ടശാംകടവ് ബോട്ട് ജെട്ടിക്ക് സമീപത്തെ പാർക്കിൽ നിന്നാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. പാന്റിലും ഷർട്ടിനുള്ളിലുമായി ഒളിപ്പിച്ച നിലയിൽ 1.50 ഗ്രാം MDMAയും 13.75 ഗ്രാം കഞ്ചാവും യുവാക്കളിൽ നിന്ന് കണ്ടെത്തി. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികളെ ചോദ്യം ചെയ്തതിൽ കഴിഞ്ഞ ദിവസം പട്ടാപ്പകൽ തൊയക്കാവ് ക്ഷേത്രത്തിൽ കവർച്ച നടത്തിയതും ഇവരാണെന്ന് കണ്ടെത്തി. കാളിയകല വേലിയത്ത് രുദ്രമാല ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തിയ സ്വർണമാലയും താലികളുമാണ് പ്രതികൾ കവർന്നത്. പാവറട്ടി പോലീസ് CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് അന്തിക്കാട് പോലീസ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. SI ജോസി, ASI ചഞ്ചൽ, CPOമാരായ സനിൽകുമാർ, കൃഷ്ണകുമാർ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. പരിയാരം കൊന്നക്കുഴിയിൽ ബൈക്കിൽ സഞ്ചരിച്ച് മദ്യം വിൽപ്പന നടത്തിയ യുവാവിനെ ചാലക്കുടി എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷ് അറസ്റ്റ് ചെയ്തു. പരിയാരം പെല്ലിശ്ശേരി വീട്ടിൽ ആന്റണി ഡേവിസ് ആണ് അറസ്റ്റിലായത്. ചാക്കിൽ 29 കുപ്പികളിലായി സൂക്ഷിച്ചിരുന്ന 16 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും ബൈക്കും കസ്റ്റഡിയിലെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ആവശ്യക്കാരെ ഫോണിൽ ബന്ധപ്പെട്ട് വീടുകളിൽ മദ്യം എത്തിച്ചു കൊടുക്കുന്നതാണ് ഇയാളുടെ രീതിയെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു. എക്സൈസിന് പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള കേസുകളിലെ പ്രതിയാണ് ഇയാൾ. ബൈക്കിൽ കൊണ്ടുനടന്ന് മദ്യവിൽപ്പന, ഒരു മൊബൈൽ മദ്യവിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിയാണ്. ഇയാളെക്കുറിച്ച് നേരത്തെ പരാതികളുണ്ടായിരുന്നു. മുൻപും ഇവിടെ 2 കേസ് ഇവിടെ നമ്മുടെ ഓഫീസിലുണ്ട്. കൂടാതെ പോലീസിലും ഇയാൾക്ക് കേസുണ്ട്. അപ്പോൾ ഈ ഓണത്തിനോടനുബന്ധിച്ച് ഇത്തരം വിദേശ മദ്യ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിലെ ഒരു പ്രത്യേക പരിശോധന നടന്നു വരികയാണ്. അതിനോടനുബന്ധിച്ച് പോലീസായിട്ടും അതുപോലെ തന്നെ ഫോറസ്റ്റുമായിട്ടും സംയുക്ത പരിശോധനകൾ നടക്കുന്നുണ്ട്. അനധികൃത മദ്യവിൽപ്പന നടത്തിയതിന് ഇയാളുടെ പേരിൽ ചാലക്കുടി എക്സൈസിലും പോലീസിലും മറ്റ് കേസുകളുണ്ട്. എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഹരീഷ് കുമാർ പൂത്തില്ലം, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജെയ്സൺ ജോസ്, KN സുരേഷ്, NU ശിവൻ, മുഹമ്മദ് ഷാൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പാചകവാതക വില വർദ്ധിപ്പിച്ചു. വാണിജ്യ സിലിണ്ടറുകൾക്ക് 39 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതക വിലയിൽ മാറ്റമില്ല. പുതിയ വില ഇന്നു മുതൽ നിലവിൽ വരും. ജൂലൈ 1 വാണിജ്യ സിലിണ്ടറിന് 30 രൂപ കുറച്ചിരുന്നു. ഓഗസ്റ്റിലെ വില നിർണ്ണയത്തിൽ 8 രൂപ 50 പൈസ കൂട്ടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വില വർദ്ധിപ്പിച്ചത്. തൃശൂർ ഫോറസ്ട്രി കോളേജ് ഡീൻ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രൊഫസർ അനൂപാണ് മരിച്ചത്. തിരുവനന്തപുരം പേട്ടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പേട്ട പോലീസ് അന്വേഷണം തുടങ്ങി. തെങ്ങിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിൽ മികച്ച ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞനാണ് അനൂപ്.
കേവലം പരീക്ഷണശാലയിൽ ഇരിക്കുന്നതിനപ്പുറം കർഷകരുമായി അദ്ദേഹം ഇടപഴകി നിരവധി യുവാക്കൾക്ക് തൊഴിലവസരം ഒരുക്കി നൽകിയിട്ടുണ്ട്. തെങ്ങിൻ തടിയിൽ നിന്നും ഫർണിച്ചർ, തറയിൽ വിരിക്കാവുന്ന ടൈൽ, തെങ്ങിൻ തടിയിലുള്ള ചുമർ എന്നിവ വികസിപ്പിച്ചിരുന്നു. തടികൾ കൂടുതൽ കാലം സൂക്ഷിക്കാവുന്ന സംസ്കരണ വിദ്യകളും വികസിപ്പിച്ചിരുന്നു. വനശാസ്ത്ര കോളേജിൽ മികച്ച തെങ്ങിൻ തടി സംസ്കരണ യൂണിറ്റും ആരംഭിച്ചു. 100 കണക്കിന് ആളുകൾക്ക് തെങ്ങിൻ തടി ഉൽപ്പന്ന നിർമ്മാണത്തിൽ പരിശീലനം നൽകിയിട്ടുണ്ട്. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക സംഗമവും ആദരവും സംഘടിപ്പിച്ചു. ചേരൂർ സാഹിതിയിൽ നടന്ന പരിപാടി സാഹിത്യകാരൻ വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ സരസ്വതി സമ്മാൻ ലഭിച്ച കവി പ്രഭാവർമ്മയെയും സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവായ കഥാകൃത്ത് എൻ രാജനെയും ചടങ്ങിൽ ആദരിച്ചു. തൃശൂർ ലിറ്റററി ഫോറം പ്രസിഡന്റും കഥാകൃത്തുമായ കെ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എസ് കെ വസന്തൻ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂർ ലിറ്റററി ഫോറം പ്രസിദ്ധീകരിക്കുന്ന സാഹിതി ബുള്ളറ്റിന്റെ ആദ്യ പതിപ്പിന്റെയും 12ഓളം പുസ്തകങ്ങളുടെയും പ്രകാശനവും നടന്നു. സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ, വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ, കെ രഘുനാഥൻ, ഡോക്ടർ പള്ളിപ്പുളം മുരളി, ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, പി ആർ കെ ചേനം, അപർണ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് സ്ഥലം മാറ്റം തടഞ്ഞതിൽ മനം നൊന്ത പോലീസുകാരൻ ജോലിക്ക് ഹാജരാകാതെ മുങ്ങിയത് പരിഭ്രാന്തി പരത്തി. സംഗതി വിവാദമായതോടെ സ്ഥലം മാറ്റം അംഗീകരിച്ച പ്രശ്നത്തിൽ നിന്ന് തലയൂരി പോലീസ് ജില്ലാ നേതൃത്വം. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ CPO ചേർപ്പ് സ്വദേശി മുരുകേശനാണ് ജോലിക്ക് ഹാജരാകാതെ വെള്ളിയാഴ്ച സ്ഥലം വിട്ടത്. അന്തിക്കാട് സ്റ്റേഷനിൽ നിന്ന് സ്ഥലമാറ്റത്തിനായി മുരുകേശൻ അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വരന്തരപ്പള്ളി സ്റ്റേഷനിലേക്ക് മാറ്റം ലഭിച്ചിരുന്നു. എന്നാൽ അന്തിക്കാട് സ്റ്റേഷനിൽ ജോലിയിൽ തുടരാനായിരുന്നു ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശം. ഇതോടെ ഇയാൾ ഏറെ മാനസിക വിഷമത്തിലായിരുന്നുവെന്ന് പറയുന്നു. ഇദ്ദേഹത്തെ കാണാതായ വിവരം പോലീസ് റൂറൽ SP അറിയിച്ചു. സ്ഥലമാറ്റം തടഞ്ഞതാണ് നാടുവിടാൻ കാരണമെന്നും അറിയിച്ചു. ഇതോടെ അന്തിക്കാട് സ്റ്റേഷനിൽ നിന്ന് മുരുകേശനെ വീണ്ടും വരന്തരപ്പള്ളിയിലേക്ക് തന്നെ മാറ്റി നിയമിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ആലപ്പുഴയിലേക്കുള്ള മുരുകേശൻ ഉടനെ മടങ്ങി വരാമെന്ന് ബന്ധുക്കളെ അറിയിച്ചു. കുന്നംകുളം ചൊവ്വന്നൂരിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വീട്ടുമതിലിൽ ഇടിച്ചു മറിഞ്ഞ അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് സ്വദേശികളായ സസ്ലീന, ജസീറ, മനാഫ്, സാജിദ, ഓട്ടോ ഡ്രൈവർ ജോസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് യാത്രക്കാരുമായി മരത്തംകോട്ടേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷ തെറ്റായ ദിശയിൽ വന്ന കാറിനെ കണ്ട് വെട്ടിച്ചതോടെ നിയന്ത്രണം വിട്ട് സമീപത്തെ വീട്ടുമതിലിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഭിന്നശേഷിക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പേരാമംഗലം പോലീസ് നടപടിയെടുക്കാത്തതിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി കേരള ഭിന്നശേഷി ക്ഷേമ സംഘടന സംസ്ഥാന സെക്രട്ടറി ഖാദർ നാട്ടിക. ലോട്ടറി വിൽപ്പനക്കാരനായ തോളൂർ സ്വദേശി പുളിക്കൽ ദാസിനെയാണ് മദ്യലഹരിയിൽ അച്ചാട്ടിൽ അച്യുതൻ എന്നയാൾ അകാരണമായി മർദ്ദിച്ചതെന്ന് പറയുന്നു. രക്ഷിക്കാനെത്തിയ അയൽവാസി നിധീഷിന്റെ കണ്ണുകൾക്ക് ക്രൂരമായി ചവിട്ടേറ്റു. സംഭവത്തിൽ അച്യുതനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകിയിട്ടുള്ളത്. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ കനത്തതോടെ പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ തുറക്കും. 4 ഷട്ടറുകളും ഘട്ടം ഘട്ടമായി 2 സെന്റിമീറ്റർ വീതമാണ് തുറക്കുക. മണലി കരുവന്നൂർ പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. പഴയന്നൂർ പറക്കുളത്ത് ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്വാറി അടിയന്തരമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പറക്കുളം 4-ാം വാർഡിൽ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ക്വാറി മൂലം പ്രദേശങ്ങളിലെ വീടുകൾക്ക് വിള്ളലുണ്ടാവുകയും തകർച്ച നേരിടുകയുമാണ്. ക്വാറിയുടെ പ്രവർത്തനം അടിയന്തരമായി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ ഒപ്പുശേഖരണം നടത്തി ബന്ധപ്പെട്ട അധികാരികൾക്ക് നിവേദനം നൽകിയെങ്കിലും നാളിതുവരെ ഒരു നടപടിയും ഉണ്ടായില്ല. ഇതോടെയാണ് വെൽഫെയർ പാർട്ടി പ്രതിഷേധ സമരവുമായി രംഗത്തെത്തിയത്. പാർട്ടി മണ്ഡലം പ്രസിഡന്റ് PM ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി പഴയന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് PA മുഹമ്മദ് അലി, സെക്രട്ടറി അബ്ദുൾ ഗഫൂർ, പ്രദേശവാസികളായ NV ഉണ്ണികൃഷ്ണൻ, AP രാഹുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിയാരം കൊന്നക്കുഴിയിൽ പാചകവാതക സിലിണ്ടറിൽ നിന്ന് തീപിടിച്ച് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കൊന്നക്കുഴി പള്ളിക്ക് സമീപത്തെ തണ്ടാപ്പള്ളി ജോസിന്റെ മകൻ 35 വയസ്സുള്ള അരുണാണ് മരിച്ചത്. വെള്ളിയാഴ്ചയാണ് വീട്ടിൽ വെച്ച് യുവാവിന് പൊള്ളലേറ്റത്. വീടിനുള്ളിലെ ഫർണിച്ചറുകൾ മറ്റും കത്തി നശിക്കുകയും ചെയ്തു. ഇയാൾ സ്വയം തീ കൊളുത്തുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. മണ്ഡലത്തിലെ പഞ്ചായത്തുകളെ ബന്ധപ്പെടുത്തി ഗ്രാമവണ്ടി ഉടൻ സർവീസ് ആരംഭിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞു. മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ ടൗൺഹാളിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
ഇതിനായി 12 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു. ജനകീയ സദസ്സിൽ പുതിയ റൂട്ടുകളുടെയും ഇരിങ്ങാലക്കുട മേഖലയിലെ ഗതാഗത നവീകരണ ആശയങ്ങളും സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ, വ്യാപാരി വ്യവസായി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവർ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ലതാചന്ദ്രൻ അധ്യക്ഷയായിരുന്നു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ടി ചിറ്റിലപ്പള്ളി, ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ, കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ലത, പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS തമ്പി എന്നിവർ സംസാരിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം നടന്നു. ജില്ലാ സമ്മേളനത്തിന്റെ ലോഗോ പ്രകാശനം ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ നിർവഹിച്ചു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് CL ബാബു, സ്വാഗത സംഘം ചെയർമാൻ KT ചന്ദ്രൻ, കോർഡിനേറ്റർ ജോഷി ഇമ്മട്ടി, മീഡിയ കൺവീനർ പ്രദീപ് മുല്ലശ്ശേരി, TR സുഖിൽദാസ്, സുനിൽ കൈരളി തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 23, 24, 25 ജില്ലാ സമ്മേളനം നടക്കുക. കടവല്ലൂരിലെ പാടശേഖരങ്ങളിൽ രണ്ടാം വിളയായ മുണ്ടകൻ കൃഷിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 350 ഹെക്ടർ പാടത്ത് കൃഷിവകുപ്പ് സൗജന്യമായി വിതരണം ചെയ്ത ഉമാവിത്താണ് ഇത്തവണ കൃഷിയിറക്കുക. നിലം ഉഴുതുമറിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടത്തുന്നത്. ഞാറുകൾ തയ്യാറാക്കുന്നതിനുള്ള ഞാറ്റടികളും ഒരുക്കിയിട്ടുണ്ട്. 3 തവണയെങ്കിലും നിലം ഉഴുതുമറിച്ച ശേഷമാണ് നടീൽ നടത്തുക. അതിനു മുൻപ് കുമ്മായം വിതറി മണ്ണിന്റെ അമ്ലാംശം കുറയ്ക്കും. ഇതിനാവശ്യമായ കുമ്മായം കടവല്ലൂർ സഹകരണ ബാങ്ക് വഴി വിതരണം തുടങ്ങിയിട്ടുണ്ട്. കൃഷിവകുപ്പ് നൽകുന്ന 75% സബ്സിഡി നിരക്കിലാണ് കുമ്മായം കർഷകർക്ക് ലഭിക്കുന്നത്. മഴ തുടരുന്നത് ഒരുക്കങ്ങളുടെ വേഗം കുറച്ചിട്ടുണ്ട്. ഞാറ്റടിയിൽ വിത്ത് വിതച്ചതിനു ശേഷം ശക്തമായ മഴയുണ്ടായാൽ വിത്ത് താഴ്ന്നുപോയി നശിക്കും. ഈ ആശങ്കയിൽ പലരും വിത്ത് വിതച്ചിട്ടില്ല. ഒരുക്കങ്ങൾ നീളും തോറും വിളവെടുപ്പും വൈകും. വേനൽ കടുക്കും വരെ കൃഷി നീണ്ടാൽ വരൾച്ച മൂലമുള്ള കൃഷിനാശം ഉണ്ടാകാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ അടുത്തിടെ നിർമ്മിച്ച വരമ്പുകൾ ഒലിച്ചുപോയി. ഞാറ്റടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതും പ്രതിസന്ധിയാണ്. കൃഷിച്ചിലവുകൾ ദിനംപ്രതി കൂടി വരികയാണെന്ന് കർഷകർ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം ശക്തമായതോടെ പാടത്തെ പണി വീണ്ടും ചെയ്യേണ്ട അവസ്ഥയുമുണ്ട്. ഇതുമൂലം ചിലവുകളും കൂടി. 1 ഏക്കർ ഉഴുതുമറിക്കാൻ മാത്രം 5000 രൂപയോളമാണ് ഇപ്പോൾ ചെലവ്. നടീലിന് 6000 രൂപ വരെ ചിലവുണ്ട്. വിദഗ്ധ തൊഴിലാളികളെ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് വേറെയും. വളം, കീടനാശിനി, കൂലി തുടങ്ങിയ ചിലവുകളിൽ വർധനവുണ്ടായി. 1 ഏക്കറിന് 40,000 രൂപ വരെയാണ് മുണ്ടകന് ചിലവ്. വരമ്പ് നിർമ്മിക്കാനുള്ള യന്ത്രം, നടീൽ യന്ത്രം എന്നിവ എത്തിക്കാൻ കരിക്കാട് പാടശേഖര സമിതി ശ്രദ്ധിക്കുന്നുണ്ട്. പദ്ധതി വിജയിച്ചാൽ പണികളുടെ വേഗം കൂടാൻ ഉപകരിക്കും. TCV ന്യൂസ്, കുന്നംകുളം. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി ചേർപ്പ് മേഖലാ സമ്മേളനം പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ ഉദ്ഘാടനം ചെയ്തു. കലാകാരന്മാരുടെ ക്ഷേമത്തിനായി രൂപം കൊടുത്ത ഐക്കാർഡിന്റെ വിതരണോദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ മുതിർന്ന കലാകാരൻ പെരുവനം ഗോപാലകൃഷ്ണന് നൽകി നിർവഹിച്ചു. മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരുവനം സതീശൻ മാരാർ നിർവഹിച്ചു. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി മേഖലാ പ്രസിഡന്റ് യദു S മാരാർ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി അന്തിക്കാട് ആകാശ്, അന്തിക്കാട് കൃഷ്ണപ്രസാദ്, ജിതിൻ കല്ലാറ്റ്, പെരുവനം ഉണ്ണി, പെരുവനം അജിത് എന്നിവർ സംസാരിച്ചു. ദോഷം നല്ലോണമുണ്ട്. പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിൽ നിന്ന് 85 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയ CPM നേതാവിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര ടൗണിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പ്രകടനത്തിന് മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി, MK ഷൈൻ, സദാശിവൻ കുറുവത്ത്, ഷാഫി കല്ലുപറമ്പിൽ, വിനയൻ തോട്ടാപ്പള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊതുയോഗം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ എരുമപ്പെട്ടി സ്വദേശി ജിയ അന്നയ്ക്ക് സ്വർണം. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എരുമപ്പെട്ടി കുന്നത്തേരി സ്വദേശി ജിനേഷിന്റെയും സോണിയയുടെയും മകൾ. മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ദേശവിളക്കിന്റെ കുറിക്കൽ ചടങ്ങ് നടന്നു. നവംബർ 20-നാണ് കല്ലടി അയ്യപ്പൻ വിളക്ക്. മച്ചാട് തങ്കരാജും സംഘവുമാണ് വിളക്ക് യോഗക്കാർ. വിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഇയാനിക്കാട്ടിൽ പ്രസാദിന് കുറിപ്പ് കൈമാറി. പാതിരിക്കോട്ടുകാവ് ക്ഷേത്രസമിതി സെക്രട്ടറി രാജു മാരാത്ത് മുഖ്യാതിഥിയായി.
പുതുച്ചേരിയിലെ പോണ്ടി മെറീന ബീച്ചിൽ നടന്ന ദേശീയ സ്വിമ്മിംഗ് മാരത്തോണിൽ 1/2 കിലോമീറ്റർ മത്സരത്തിൽ എലൈറ്റ് കാറ്റഗറി വിഭാഗത്തിൽ കൊടകര സ്വദേശിനി ദേവിക ബെസ്റ്റ് ഫിനിഷറായി. കൊടകര കാവുംതറ കൊത്തളത്തിൽ വിനോദ് ബിന്ദു ദമ്പതികളുടെ മകളാണ് ദേവിക. വയനാടിന് കൈത്താങ്ങായി ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂരിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. വിയർപ്പൊഴുക്കുന്നവരിൽ നിന്നും വയനാടിന് ഒരു കൈത്താങ്ങ് എന്ന പേരിലാണ് കൂർക്കഞ്ചേരി ആലംകുളം യൂണിറ്റ് പൂൾ 19 തൊഴിലാളികൾ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. തങ്കമണി ജംഗ്ഷനിൽ കലവറ ഒരുക്കി 2000-ഓളം ബിരിയാണിയാണ് തൊഴിലാളികൾ തയ്യാറാക്കിയത്. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ തൃശൂർ ഏരിയ സെക്രട്ടറി സുധാകരൻ, പൂൾ ലീഡർ TT ടോണി, CPM കൊക്കാല ലോക്കൽ സെക്രട്ടറി PR ജയകുമാർ, യൂണിയൻ നേതാക്കളായ ഷൈല ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കർഷക സംഘം വെങ്കിടങ്ങ് മേഖലാ സ്പെഷ്യൽ കൺവെൻഷൻ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വർഗീസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PV അലി അധ്യക്ഷത വഹിച്ചു. പ്രിൻസ് കൈമടത്തിൽ, AS കുട്ടി, VN സുർജിത്ത്, KK ബാബു, KP അലി എന്നിവർ സംസാരിച്ചു. പുല്ലഴി മൈത്രി ആർട്സ് സമിതിയുടെ 13ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കായി നടത്തുന്ന സാഹിത്യ കലാ മത്സരങ്ങൾ സീനിയർ സിറ്റിസൺസ് ഫോറം പ്രസിഡന്റ് KP കമലാകരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷാജു കുണ്ടോളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K നാണു, K മധുസൂദനൻ, KJ ജോസഫ്, V ദേവദാസ്, സുകുമാർ കൂർക്കഞ്ചേരി, തൃശൂർ പത്മനാഭൻ, യേശുദാസൻ എന്നിവർ സംസാരിച്ചു. മൂന്നുമുറി സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വികാരി ഫാദർ ജോർജ് വേഴപ്പറമ്പിൽ ഊട്ടുനേർച്ച ഭക്ഷണം വെഞ്ചരിച്ചു. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ വിപിൻ കുരിശുതറ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡോക്ടർ ഫ്രിജോ പാറയ്ക്കൽ സന്ദേശം നൽകി. തുടർന്ന് പ്രദക്ഷിണം, നേർച്ച ഊട്ട് എന്നിവയുണ്ടായി. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് തൊഴുത്തുങ്കൽ, ജനറൽ കൺവീനർ ജോഷി മഞ്ഞളി, കൈക്കാരന്മാരായ ആന്റു ആട്ടോക്കാരൻ, ബിജു തെക്കൻ, ജോൺ ചേനത്ത് പറമ്പിൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചെറുതുരുത്തി അത്തിക്കപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന എമിറേറ്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. അത്തിക്കപ്പറമ്പ് മുസ്ലിം പള്ളി ഹാളിൽ നടന്ന ക്യാമ്പ് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P നിർമ്മല ദേവി, പഞ്ചായത്ത് അംഗങ്ങളായ യൂസഫ്, PM സുലൈമാൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MA മുഹമ്മദ് ഇക്ബാൽ, BJP നേതാവ് MA രാജു, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TK സയ്യിദലവി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിൽ നടക്കുന്ന ജില്ലാ അക്കാദമി ഫുട്ബോൾ ലീഗിൽ സ്പാരോസ് തൃശൂർ ഫൈനലിൽ. അണ്ടർ 13, അണ്ടർ 15 എന്നീ 2 വിഭാഗങ്ങളിലും സ്പാരോസ് തൃശൂർ ഫൈനലിൽ കടന്നു. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ഇരു സെമി ഫൈനൽ മത്സരങ്ങളിലും എതിരാളികളായിരുന്ന ഗുരുവായൂർ സ്പോർട്സ് അക്കാദമിയെ 1-നെതിരെ 2 ഗോളുകൾക്കാണ് സ്പാരോസ് പരാജയപ്പെടുത്തിയത്. ഇന്ന് വൈകിട്ട് നടക്കുന്ന കലാശ പോരാട്ടത്തിൽ ഇരു വിഭാഗങ്ങളിലും FC കേരളയാണ് സ്പാരോസിന്റെ എതിരാളികൾ. തൃശൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ലീഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വാണിജ്യം. പാർപ്പിട സമുച്ചയ നിർമ്മാണ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ അഡോറ ഹോംസിന്റെ 5ാം വാർഷികാഘോഷവും 10ാമത്തെ ആഡംബര ഭവന പദ്ധതിയായ അഡോറ ആക്സന്റിന്റെ ശിലാസ്ഥാപന കർമ്മവും തൃശൂരിൽ നടന്നു. അയ്യന്തോൾ സെന്ററിൽ നടന്ന അഡോറ ആക്സന്റിന്റെ ശിലാസ്ഥാപന കർമ്മവും തൃശൂർ മോത്തിമഹൽ റെസിഡൻസിയിൽ സംഘടിപ്പിച്ച 5ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനവും അഡോറ ആക്സന്റ് പ്രൊജക്ട് ലോഞ്ചിങ്ങും അഡോറ ഹോംസ് മാനേജിംഗ് ഡയറക്ടർ റിൻസൺ C വിൽസൺ, ഡയറക്ടർ നവ്യ ഡെൽജോ, ജോയിന്റ് വെഞ്ചർ പാർട്ണർ വിശാലം രാധാകൃഷ്ണൻ, മകൻ രഞ്ജിത എന്നിവർ ചേർന്ന് നിർവഹിച്ചു. മിനി തിയേറ്റർ, AC, ജിം, സ്വിമ്മിംഗ് പൂൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ തുടങ്ങിയ സൗകര്യങ്ങളോടെ 12 നിലകളിലായി 36 ഫ്ളാറ്റുകളാണ് അഡോറ ആക്സന്റിൽ നിർമ്മിക്കുന്നത്. ശിലാസ്ഥാപന ചടങ്ങിനെ തുടർന്ന് തൃശൂർ മോത്തിമഹൽ റെസിഡൻസിയിൽ വിപുലമായ പരിപാടികളോടെ അഡോറ ഹോംസിന്റെ 5ാം വാർഷികം ആഘോഷിച്ചു.
വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പുതിയ പ്രൊജക്ട് ലോഞ്ചിംഗ്, സംഗീത പരിപാടി, വിരുന്ന എന്നിവ നടന്നു. അഡോറ ഹോംസ് സാരഥികൾ, കുടുംബാംഗങ്ങൾ, കസ്റ്റമേഴ്സ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. കൂടുതൽ വിവരങ്ങൾക്ക് 9778449090 9995448899. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6695, പവന് 53,560. വെള്ളി ഗ്രാമിന് 91, പ്ലാറ്റിനം ഗ്രാമിന് 3189 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തുണ്ടായ വിവാദങ്ങളിൽ ആദ്യമായി പ്രതികരിച്ച ചലച്ചിത്ര നടൻ മമ്മൂട്ടി. സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ലെന്ന് മമ്മൂട്ടി. മുകേഷിനെതിരെ തൃശൂരിലും കേസ്. പാലിക്കര ടോൾ പ്ലാസയിൽ പുതുക്കിയ ടോൾ നിരക്ക് നിലവിൽ വന്നു. നിരക്ക് വർധനയ്ക്കെതിരെ AIYF തൃശൂർ ജില്ലാ കമ്മിറ്റി ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കൊടുങ്ങല്ലൂരിൽ ഡോക്ടറുടെ കാറിനെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ദുരൂഹത. സംഭവത്തിന് പിന്നിൽ കോടികളുടെ ഇടപാടെന്ന സംശയം. നാട്ടിക ബീച്ചിൽ മത്സ്യബന്ധന ബോട്ട് നിയന്ത്രണം വിട്ട് കരയിലേക്ക് ഇടിച്ചു കയറി. ഫിനിക്സ് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. സ്രാങ്ക് ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. MDMAയും കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. കണ്ടശാംകടവ് സ്വദേശികളായ വിഷ്ണു സാജൻ, വിഷ്ണു എന്നിവരെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പാചകവാതക വില വർദ്ധിപ്പിച്ചു. വാണിജ്യ സിലിണ്ടറുകൾക്ക് 39 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതക വിലയിൽ മാറ്റമില്ല. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.